5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പക്ഷെ കുറച്ച് മാറി മലപ്പുറം കളക്ട്രേറ്റിൻ്റെ മുന്നിൽ ഒരു 90 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യൻ നരച്ച മീശയും നരച്ച മുടിയുമായി സമരമിരിക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹം ഏകാന്തനായി അതിരാവിലെ ഇരിക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഈ 90 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യൻ അവിടെ പോയി ഇങ്ങനെ ഇതിരിക്കുന്നത്? അതിൻ്റെ പിറകിലൊരു ബാനർ കാണുന്നുണ്ട്. ആ ബാനറിൽ ഉപവാസമാണെന്നൊക്കെ പറയുന്നുണ്ട്. സമരമാണ്. എങ്കള മണ്ണ് എങ്ങൾക്ക്, ആദിവാസികളുടെ മണ്ണിനെ സംബന്ധിച്ചാണ് ഈ തർക്ക വിഷയം. ഈ ഭൂമിയിൽ എല്ലാവരും പഴയ കാലത്ത് താമസിച്ചിട്ട് എല്ലാവരും അവർക്കിഷ്ടമുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് അവിടെയെല്ലാം വളച്ചു കെട്ടി അത് പിന്നെ കാലാകാലങ്ങൾ കഴിഞ്ഞ് പട്ടയമൊക്കെ കിട്ടി അങ്ങനെ പോകുന്നൊരു ഭൂമിയാണ്. അല്ല, ആരും ഭൂമി കൊണ്ടുവന്നിട്ടില്ല, ആർക്കും ഭൂമി കൊണ്ടുപോകാനും കഴിയത്തില്ല. ആദിവാസികളെന്ന് പറഞ്ഞാൽ ആദ്യമായി വന്ന് വസിച്ചു പറഞ്ഞൊരർത്ഥമുണ്ട്. നിർഭാഗ്യവശാൽ ആ വാക്ക് നമ്മൾ പറയില്ല. ആദിമവാസി എന്ന് പറഞ്ഞാലും കുറച്ചുകൂടി കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ആദ്യമായി വന്ന വാസി, ആദ്യവാസി എന്ന് വേണം പറയാൻ. പക്ഷെ നമ്മൾ ആദിവാസി എന്ന് കേട്ടാൽ ഏതോ പഴഞ്ചന്മാരാണ്, കുഴപ്പക്കാരാണ്, ദളിതന്മാരാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളയും. പട്ടികജാതി പട്ടികവർഗക്കാരെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അലർജിയാണ്. പട്ടികജാതി അതെന്താണ്? കുറച്ച് ആളുകളെ ഇന്ത്യയിൽ സാമൂഹ്യമായും സാമ്പത്തികമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും പിന്നോക്കം ചെന്ന കുറേ വിഭാഗം ആളുകളെ എൻലിസ്റ്റ് ചെയ്ത് അവർക്കൊരു പട്ടികയിൽ അവരെ പേരുൾപ്പെടുത്തി അവർക്ക് ആനുകൂല്യം കൊടുക്കാൻ തീരുമാനിച്ചു. നിശ്ചിത കാലയളവിൽ അവർക്ക് ആനുകൂല്യം കൊടുത്തിട്ട് അവരെ കൂടി ഉയർത്തിയെടുക്കാൻ തീരുമാനിച്ചു അംബേദ്കറൊക്കെ. അത്ര ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അല്ല, എല്ലാ കാലത്തും സംവരണവും കൊടുത്ത് അവരൊരു മൂലയിലിരുത്തി അവർ സംവരണ വിഭാഗക്കാരെന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തി അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷെ എന്തായാലും ആദിവാസികൾക്കും ദളിതന്മാർക്കും ഭൂമി കൊടുക്കുന്നതിൽ നമുക്ക് വലിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മൾ വേറെ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നതാണ് ലക്ഷം വീട് പദ്ധതി. പക്ഷേ ലക്ഷം വീട് പദ്ധതികളെല്ലാം തന്നെ വെള്ളം കിട്ടാത്ത, കറണ്ട് കിട്ടാത്ത, റോഡില്ലാത്ത ഏതെങ്കിലും ഓണംകര മൂലയിൽ പാവപ്പെട്ട കുറേ ആളുകളെ ജാതിമത വ്യത്യാസമില്ലാതെ കൊണ്ട് താമസിപ്പിച്ചതിന് ശേഷം 4 സെൻറ്റും 3 സെൻറ്റും വസ്തു കൊടുത്തിട്ട് അവരോട് അത് വിൽക്കരുതെന്ന് പറയുന്ന രീതിയിലേക്ക് പോയി. അവർ ഒരുപാട് പേരത് വിറ്റുപോയി. എന്തിന് പറയുന്നു, ലൈഫ് പദ്ധതിയിൽ പോലും വീട് കിട്ടിയാൽ 12 വർഷത്തേക്ക് വിൽക്കാൻ പറ്റില്ല. ഇവിടെ സാധാരണ ഒരാളിനൊരു വീട് വെച്ചാൽ അദ്ദേഹത്തിന് വിൽക്കാം, വീടുണ്ടാക്കിയാൽ വിൽക്കാം, ഏത് പദ്ധതിയിൽ വിൽക്കാം. പക്ഷേ ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയാൽ 12 വർഷത്തേക്ക് വിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ലോൺ എടുക്കാമെന്നുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ട്. ഗവൺമെൻറ്റും ബാങ്കുകളുമായി ധാരണ ഉണ്ടാക്കി ലോൺ എടുക്കാം, പക്ഷെ വിൽക്കാൻ പറ്റില്ല. അങ്ങനെ ആദിവാസിക്ക് ഭൂമി കൊടുക്കുന്നതിൽ എല്ലാ കാലത്തും ഒരു ഇരട്ട നീതി, ഇരട്ട ഒരു തത്വം നമ്മൾ പാലിക്കുന്നുണ്ട്. അതിനെതിരെയാണ് ഗ്രോവാസു. അദ്ദേഹം മാവോയിസ്റ്റാണോ, അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും നക്സലൈറ്റ് ആണോ, അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും പാർട്ടിയിൽ പെടുന്നില്ല, അതൊന്നും വിഷയമല്ല. അതൊന്നും എനിക്ക് അറിയത്തുമില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം. പക്ഷെ അദ്ദേഹം 90 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യൻ അവിടെ സത്യാഗ്രഹം ഇരിക്കുന്നുണ്ട്. ഇതും കൂടി തെരഞ്ഞെടുപ്പിന് ചർച്ച ചെയ്യപ്പെടണ്ടേ? നിലമ്പൂരിൽ വർഗീയവാദവും വിഷവാദവും എല്ലാം ചർച്ച ചെയ്യുന്നതിനിടയിൽ ഈ കാര്യം വിട്ടുപോകുന്നുണ്ട്. കേരളത്തിലെ ആദിവാസികൾക്ക് കൊടുക്കേണ്ട ഭൂമി, അത് മെർക്കസ്റ്റ് എസ്റ്റേറ്റ് ആയാലും ടാറ്റ എസ്റ്റേറ്റുകളായാലും അതുപോലെ തന്നെ ആരായാലും ശരി, ഹാരിസൺ മലയാളമായാലും ഹാരിസൺ UK ആയാലും എല്ലാവരുടെയും കൈവശമിരിക്കുന്ന കോടിക്കണക്കിന് വരുന്ന ഭൂമി, ഏക്കർ കണക്കിന്, ഹെക്ടർ കണക്കിന് ഭൂമി കിടക്കുമ്പോഴാണ് പാവപ്പെട്ട ആദിവാസി ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് വെയിലത്തും മഴയത്തും മഞ്ഞത്തും ചൂടിലും തണുപ്പിലും എല്ലാം ഇങ്ങനെ സത്യാഗ്രഹം ഇരിക്കുന്നത്. ഇതൊരു തരം വല്ലാത്ത കാഴ്ചയാണ്. ഈ കാഴ്ച പക്ഷേ മലയാളി ചർച്ച ചെയ്യുന്നില്ല, കേരളം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ദുരന്ത കാഴ്ച. മലയാളി സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ വിഷയം പ്രശ്നമല്ല, കുട്ടികളുടെ വിഷയം പ്രശ്നമല്ല, മത്സ്യത്തൊഴിലാളികളുടെ വിഷയം പ്രശ്നമല്ല, ആദിവാസികളുടെ വിഷയം പ്രശ്നമല്ല, ദളിതരുടെ വിഷയം പ്രശ്നമല്ല. ഒരു മധ്യവർഗത്തിൻ്റെ വിഷയം മാത്രമാണ് ഇവിടെ നാം എപ്പോഴും ചർച്ച ചെയ്യുന്നത്. എന്താണെന്ന് നമുക്കറിയില്ല. മലയാളിയുടെ, കേരളീയൻ്റെ രാഷ്ട്രീയ ബോധവും സാമൂഹ്യ ബോധവും സാംസ്കാരിക ബോധവും ഒക്കെ എവിടെയാണ് എത്തി നിൽക്കുന്നത് നമുക്കറിയില്ല. ഒരു വിഭാഗം ആളുകൾ ഇവിടെ സ്വന്തമായി ഭൂമിയില്ലാതെ ഭൂമിക്ക് വേണ്ടി 68 വർഷമായി, സ്വാതന്ത്ര്യം കിട്ടി 10-68 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും കരയുകയാണ്. അവർ ഇപ്പോഴും മഴയത്ത് നിൽക്കുകയാണ്. അവർ വെയിലേറ്റുകൊണ്ടിരിക്കുന്നു, വാടി വീഴുന്നു, തളരുന്നു, മരിക്കുന്നു. ആർക്കും ഒരു വിഷയവുമല്ല. ഇതെന്തൊരു നാടാണ്! എന്തായാലും നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിലമ്പൂരിൽ നിന്ന് അത്രയൊന്നും അകലെയല്ലാത്ത മലപ്പുറം കളക്ട്രേറ്റിൻ്റെ മുന്നിൽ ഗ്രോവാസു ഇരുന്നൊരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിരാവിലെ അദ്ദേഹം ഒറ്റയ്ക്കാണെങ്കിലും പിന്നെ നിരവധി പ്രവർത്തകർ പിന്നെ വരും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ സമയത്ത് എടുത്തൊരു ഫോട്ടോയാണ് ഞാൻ മനസ്സിലാക്കുന്നു.
എന്തായാലും നിരവധി പ്രവർത്തകരും സംഘാടകരുമായിട്ട് നിരവധി പേരുണ്ട് അവിടെ സമരത്തിന് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. ആദിവാസികളും ദളിതന്മാരും അടക്കമുള്ള ആളുകൾ ധാരാളമായി ആ സമരത്തെ പിന്താങ്ങുന്നു. എന്തായാലും ആദിവാസികളുടെ ദളിതന്മാരുടെ ഭൂസമരം വല്ലാത്തൊരു സമരമാണ്. അത് മുത്തങ്ങയിൽ CK ജാനുവിൻ്റെ ഒരു രൂപത്തിലും മറ്റ് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. പക്ഷേ എന്നിട്ടും അതിനൊരു അറുതി വരുന്നില്ല എന്നുള്ളത് വളരെ വളരെ പരിതാപകരമാണ്. എന്നാലും നമുക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ഈ ഗ്രോവാസുമാരെ പഠിക്കാം, അവരെയും കൂടി കാണാം. അവരെന്തിനാണ് ഈ മഴയെത്തിയിരിക്കുന്നത്?